രശ്മ, ഇനി ഏഷ്യാനെറ്റ് ന്യൂസ് വാർത്തയ്ക്ക് പിന്നാലെ ഒരു വലിയ സഹായം കിട്ടിയ ഒരാളുടെ വിവരത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. ഏഷ്യാനെറ്റ് ന്യൂസ് വാർത്ത ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് ഒരു 20-കാരന് സൗജന്യമായി വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്താനുള്ള നടപടികളിലേക്ക് കടക്കുകയാണ് പെരിന്തൽമണ്ണയിലെ കിംസ് അൽ ഷിഫ ആശുപത്രി അധികൃതർ. വൃക്കകളും തകരാറിലായ ഇടുക്കി സ്വദേശിക്കാണ് ഈ സഹായം, അല്ലേ? ഇടുക്കി കൊച്ചുകാമാക്ഷി സ്വദേശി ചോറ്റുകുന്നേൽ അഭിജിത്ത് തങ്കച്ചനാണ് വൃക്ക മാറ്റിവെക്കുന്നത്. കട്ടപ്പന ITIയിൽ വെൽഡിംഗ് പഠിക്കുമ്പോൾ 2 വർഷം മുൻപാണ് അഭിജിത്തിന്റെ വൃക്കകൾ രണ്ടും തകരാറിലായത്. അന്നുമുതൽ ജീവൻ നിലനിർത്താൻ ഡയാലിസിസ് ചെയ്യുന്നുണ്ട്. വൃക്ക മാറ്റിവെക്കണമെന്ന് ഡോക്ടർമാർ വിധിയെഴുതി. അമ്മ മിനിയുടെ വൃക്കയാണ് അഭിജിത്തിന് മാറ്റിവെക്കുന്നത്. ഇതിനാവശ്യമായ 20 ലക്ഷം രൂപ കണ്ടെത്താൻ കഴിയാതെ വിഷമിക്കുന്ന കുടുംബത്തിന്റെ അവസ്ഥ ഏഷ്യാനെറ്റ് ന്യൂസ് റിപ്പോർട്ട് ചെയ്തു. ഇത് ശ്രദ്ധയിൽപ്പെട്ടതോടെയാണ് പെരിന്തൽമണ്ണയിലെ കിംസ് അൽ ഷിഫ ആശുപത്രി മാനേജ്മെന്റ് അഭിജിത്തിന്റെ വൃക്ക സൗജന്യമായി മാറ്റിവെക്കാൻ തീരുമാനിച്ചത്. തുടർന്ന് കുടുംബത്തെയും ചികിത്സാ സഹായ സമിതി അംഗങ്ങളെയും ബന്ധപ്പെട്ടു. 2 പേരെയും എത്തിച്ച് പരിശോധനകൾ നടത്തി. 10 പേർക്ക്, വളരെ പാവപ്പെട്ട രോഗികൾക്ക് സൗജന്യമായി വൃക്ക മാറ്റിവെക്കൽ ഞങ്ങൾ ചാരിറ്റബിൾ സൊസൈറ്റിയുമായിട്ട് ബന്ധപ്പെട്ട് ചെയ്യുകയാണ്. ഫസ്റ്റ് വൃക്ക മാറ്റിവെക്കൽ സൗജന്യമായിട്ട് മാറ്റിവെക്കുന്ന ശസ്ത്രക്രിയ ഈ മാസത്തിൽ ചെയ്യാൻ പോവുകയാണ്. അഭിജിത്ത് ഇവിടെ എത്തിയിട്ടുണ്ട്. ഏഷ്യാനെറ്റിന് പ്രത്യേകം അഭിനന്ദനങ്ങളും നന്ദിയും അറിയിക്കുകയാണ്. കുഴപ്പമില്ല, പക്ഷെ സംസാരിക്കാൻ കുറച്ച് ടെസ്റ്റുകളൊക്കെ നടക്കാനുണ്ട്, ഡയാലിസിസ് ചെയ്യുന്നുണ്ട്, അങ്ങനെയൊക്കെ നടക്കുന്നു. ഏഷ്യാൻ ന്യൂസ് കൂടിയാണ് ഞങ്ങളുടെ ഈ വാർത്ത പുറത്തേക്ക് അറിയുന്നത്. നാട്ടുകാർ ചേർന്ന് ചികിത്സാ സഹായ സമിതി രൂപീകരിച്ച് സമാഹരിച്ച തുക തുടർ ചികിത്സയ്ക്കായി ഉപയോഗിക്കും. EMS ഭവന പദ്ധതിയിൽ കിട്ടിയ പണിതീരാത്ത വീട്ടിലാണ് ഇവർ കഴിയുന്നത്. വീട് പണി പൂർത്തിയാക്കാനുള്ള തുകയുടെ ഒരു ഭാഗവും ആശുപത്രി അധികൃതർ വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. ഏഷ്യാനെറ്റ് ന്യൂസ്, ഇടുക്കി. എത്രയും വേഗം അഭിജിത്തിന്റെ ചികിത്സയൊക്കെ പൂർത്തിയായി സാധാരണ ജീവിതത്തിലേക്ക് വളരെ മിടുക്കനായി തിരിച്ചു വരട്ടെ. ഏഷ്യാനെറ്റ് ന്യൂസ് ഒരുപാട് മനുഷ്യരുടെ ജീവിതത്തിൽ വെളിച്ചമായിട്ടുണ്ട്. അത് ഇനിയും തുടരും.